ഇൻഡിപെൻഡൻസ് ഡേ തുടങ്ങിയ പ്രധാന ദിവസങ്ങളിൽ ചില പ്രതികൾക്ക് ശിക്ഷയിളവ് ലഭിക്കാറുണ്ട്. പക്ഷേ ബാബുവിന് അങ്ങനെ ഒരു ശിക്ഷയിളവ് കിട്ടുമോയെന്ന് എനിക്ക് സംശയമാണ് മോളെ. അതെന്താ അച്ഛാ? അല്ല, 3 കൊല്ലത്തേക്കാണല്ലോ അവനെ ശിക്ഷിച്ചിരിക്കുന്നത്. ഇങ്ങനെ കുറഞ്ഞ കാലാവധിക്ക് ശിക്ഷിക്കുമ്പോൾ അങ്ങനെ ഒരു ഇളവ് കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ മിനിസ്റ്റർ രാമകൃഷ്ണനെ കൊണ്ട് ഒന്ന് പ്രഷർ ചെലുത്തിയാൽ ചിലപ്പോൾ കാര്യം എളുപ്പമായേക്കും. എങ്കിൽ ഒട്ടും ലേറ്റ് ആക്കണ്ട അച്ഛാ. എന്തായാലും തിരുവനന്തപുരം വരെ വന്നില്ലേ, ആ സ്ഥിതിക്ക് മിനിസ്റ്ററെ കൂടി കണ്ടൂടെ? കാണാം മോളെ. ഒരു ദിവസം മുമ്പ് മന്ത്രിയെ കാണാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാ. എൻ്റെ കുട്ടിയെ ആ കൂട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് ഇറക്കിക്കൊണ്ട് പോരണം. ആ ഒരു ചിന്ത മാത്രമേ അച്ഛൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളൂ. അവൻ പുറമെ ചിരിക്കുന്നതൊക്കെ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാ. ഇനിയും കുറ്റവാളികളോടൊപ്പം കഴിയേണ്ടി വന്ന അവന്റെ മനസ്സ് മുരടിച്ചു പോവച്ച. നമുക്ക് വേണ്ടിയാണല്ലോ അവൻ ശിക്ഷ അനുഭവിക്കുന്നത്. മിനിസ്റ്ററെ കാണണം മോളെ. മതി ജയിലും ശിക്ഷയും. നമ്മുടെ കുടുംബത്തിലൊരു നന്മ വരുമ്പോൾ അത് സ്വീകരിക്കാൻ അവനും നമ്മോടൊപ്പം ഉണ്ടാവണം. ഞാനല്ല, ബാബുവാണ് മുമ്പിൽ നിന്ന് നിന്റെ വിവാഹം നടത്തേണ്ടത്. നീ വാ. ഗോപ, ശരിയാണ്, സ്റ്റോക്കിൽ കൃത്രിമം നടന്നിട്ടുണ്ട്. ടോട്ടൽ 50 ലോഡാണ് ഇറക്കിയത്. അതിൽ 30 ലോഡേ ഇപ്പൊ കാണാനുള്ളൂ. 20 ലോഡ് എവിടെ പോയി? ഇന്നലെ ഇറക്കിയ സ്റ്റോക്കാണ്. ഓൺ ദ വേ അല്ല, ചോർച്ച നടന്നിരിക്കുന്നതെന്ന് വ്യക്തം. കാരണം 50 ലോഡ് ഇവിടെ ഇറക്കിയിരുന്നു. അതിന്റെ അർത്ഥം സംഭവം ഇവിടെ വെച്ച് തന്നെ എന്നല്ലേ? എന്താ സംശയം? ഇനി ആലോചിച്ച് സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് സ്വാമിയെ ഇൻഫോം ചെയ്യണം. സ്വാമി തന്നെ MD അറിയിക്കട്ടെ. പക്ഷേ രവി, ഇതിന്റെ കുരുക്ക് നമ്മുടെ കഴുത്തിലെങ്ങാനും വന്ന് വീഴോ? കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെയാണല്ലോ പിടികൂടുന്നത്. അതിന് കട്ടവനെ കാണാതെ പോകുന്ന പ്രശ്നമില്ലല്ലോ. ഓൾറെഡി സംശയത്തിന്റെ നിഴലിലാണ് അയാൾ. മാനേജ്മെന്റിന് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ഇനിയൊരു വിസിബിൾ എവിഡൻസ് കിട്ടിയാൽ മാത്രം മതി. സ്വാമി അതിനുള്ള സീക്രട്ട് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്നുണ്ടാവും. ചാണക്കിനാ സ്വാമി, അറിയാവോ? അപ്പോ സ്വാമിയോട് പറയാനല്ലേ? സ്വാമിയോട് തന്നെ പറയണം. അത് ഉടനെ തന്നെ. കപ്പലിനുള്ളിലെ കള്ളന്റെ പെർഫോമൻസ് അവസാനിക്കാൻ പോകുന്നു ഗോപ. ഇല്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കും. കമോൺ. സിമന്റ് ചോർന്നത് ഗോഡൌണിൽ നിന്ന് തന്നെയാണ്. ആകെ 50 ലോഡ് ഇറക്കിയെങ്കിലും സ്റ്റോക്ക് എടുത്തപ്പോൾ 20 ലോഡ് മിസ്സിംഗ് ആണ്. ഐ സി. അതിനർത്ഥം ചോർച്ച ലോഡ് ഇവിടെ വന്ന ശേഷമാണ് അല്ലേ? അതെ സർ. ഇത് ഇന്നലെ മാത്രം സംഭവിച്ച ഒറ്റപ്പെട്ട ഒരു തെഫ്റ്റാണെന്ന് തോന്നുന്നില്ല. നമുക്ക് വിവരം പോലീസിനെ അറിയിച്ചാലോ? തൽക്കാലം വേണ്ട. കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് വ്യക്തമായ സ്ഥിതിക്ക് അന്വേഷണം ഇവിടെ നമുക്ക് തന്നെ ആവാം. ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ. എന്നാലും റാം മോഹനെ കുറിച്ച് ഇത്ര കരുതിയിരുന്നില്ല. പ്രസാദ് പോയതിനു ശേഷം കമ്പനി കാര്യങ്ങളിൽ ശരിക്കും ഒരു ബ്ലാങ്ക് ചെക്കല്ലേ സാർ റാമിന് കൊടുത്തിരുന്നത്? ആ അധികാരം അയാൾ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചോ? പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ബ്ലാങ്ക് ചെക്കുകളാണ് സ്വാമി ഒരുവന്റെ വിശ്വസ്തയുടെ ഉരകല്ല്. നാം കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ 1/3 പോലും ഉപയോഗിക്കാത്ത സത്യസന്ധന്മാരുണ്ടാവാം. കിട്ടിയ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്ന ചീറ്റുകളും ഉണ്ടാവാം. ഒന്നെനിക്ക് ഉറപ്പാണ് സ്വാമി, ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പിൽ പെടുന്ന ആളാണ് ഞാൻ പുറത്താക്കിയ പ്രസാദ്. രണ്ടാമത്തതിൽ റാം മോഹനും. ഡൽഹിയിൽ വെച്ച് പ്രസാദിനോട് ജലസി ഉണ്ടായിരുന്നു റാമിന്. പ്രസാദിനെ അടിക്കാൻ ഒരു വടി തിരഞ്ഞുകൊണ്ടിരുന്ന റാമിന് നിർഭാഗ്യവശാൽ പ്രസാദ് തന്നെ അത് എടുത്തു കൊടുത്തു. അതിന്റെ ദൂഷ്യഫലം അനുഭവിച്ചതോ കമ്പനി. പ്രസാദിന്റെ ആബ്സെൻസിൽ നമ്പൂതിരിയെയും ജെയിംസിനെയും ട്രാപ്പിലാക്കുകയായിരുന്നു റാം. എനിക്ക് കൈക്കൂലി തരാൻ അവരെ പ്രേരിപ്പിച്ചതും
സ്റ്റഡി ക്ലാസ് കൊടുത്ത് അവരെ കുഴിയിൽ ചാടിച്ചതും റാം തന്നെ. പക്ഷേ എല്ലാം ബിഹൈൻഡ് ദ കർട്ടൻസ് ഓപ്പറേഷൻ ആയിരുന്നു. നമ്മൾ ആരും അയാളെ സംശയിച്ചതുമില്ല. സമർത്ഥൻ. ഇത്തരം സമർത്ഥന്മാർ തീരെ അപ്രതീക്ഷിതമായിട്ടാവും സ്വാമി മണ്ടന്മാരാവുക. കടൽപ്പാലത്തിലൂടെയുള്ള യാത്ര എത്ര ദൂരം ഉണ്ടാവും? അതെ അതെ. ഏതായാലും എഞ്ചിനീയർ രവിയോടും ഗോപനോടും പ്രത്യേകം പറയൂ, റാമിന്റെ ഓരോ നീക്കവും വാച്ച് ചെയ്യാൻ. യെസ് സർ. എന്നാ ഞാൻ സുമിത്രേച്ചിയെ കാത്ത് കുറെ നേരമായിട്ട് ഞാൻ നിൽക്കുക. എത്ര വൈകിയാലും കണ്ടിട്ടേ പോകുന്ന തീരുമാനിച്ചാ വന്നേ. അപ്പൊ എന്താ എമർജൻസി ഉണ്ടല്ലോ? നല്ല കാര്യം എന്തേലും ആണോ? യമുനയുടെ വിശേഷങ്ങളാവൂലേ? അല്ല, യമുനയുടെ വിശേഷങ്ങളല്ല, സുമിത്രേച്ചിയുടെ വിശേഷങ്ങളാ. സുമിത്രേച്ചിയുടെയും പ്രസാദ് സാറിന്റെയും വിശേഷങ്ങൾ. എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. വിശാലിനതറിയാലോ. പിന്നെ എന്തിനാ വീണ്ടും ആ സബ്ജക്റ്റുമായിട്ട് വന്നത്? ആ സബ്ജക്റ്റ് എന്നെ കൂടി ബാധിക്കുന്നതായതുകൊണ്ട്. നിങ്ങൾ തമ്മിൽ അകന്നു പോയെങ്കിൽ അതിൽ എനിക്കുണ്ടല്ലോ ഒരു പങ്ക്. കലി ബാധിച്ച് നടന്ന ആ കാലത്ത് ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അതെന്റെ കുറ്റബോധം ഇന്നും എന്റെ പിന്നാലെയുണ്ട് സുമിത്രേച്ചി. നിങ്ങൾ ഒന്നിക്കാതിരിക്കുന്നിടത്തോളം കാലം എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഒന്നിച്ചാൽ എന്റെ മനസ്സമാധാനം ഇല്ലാതാവും. അതാണോ വിശാൽ ആഗ്രഹിക്കുന്നത്? ദിലീപിനെ വിവാഹം കഴിച്ച സുമിത്രേച്ചിയുടെ മനസ്സമാധാനം തിരിച്ചു കിട്ടുമോ? ഒന്ന് ചോദിച്ചോട്ടെ, ഈ ദിലീപിന്റെ പേര് പറഞ്ഞല്ലേ പ്രസാദ് സാർ സുമിത്രേച്ചിയെ അന്ന് സംശയിച്ചിരുന്നത്? കോളേജ് ഡേയ്സ് മുതൽ സുമിത്രേച്ചിയുടെ മനസ്സിൽ ദിലീപ് ഉണ്ടായിരുന്നെന്ന്, നിങ്ങൾ തമ്മിൽ വെറും പരിചയക്കാരൻ എന്നതിലപ്പുറം ഒരു അടുപ്പുണ്ടായിരുന്നെന്ന്, അതായിരുന്നില്ലേ സാറിന്റെ സംശയം? എനിക്കിപ്പോ തോന്നുന്നു ആ സംശയം അസ്ഥാനത്തായിരുന്നില്ലെന്ന്. പ്രസാദ് സാറിന്റെ ആർഗ്യുമെന്റിൽ സത്യം ഉണ്ടായിരുന്നു. വിശാൽ, അതേ സുമിത്രേച്ചി, കർട്ടന്റെ പിറകിൽ ഒളിച്ചു വെച്ചിരുന്ന ഒരു സത്യം പുറത്തേക്ക് വന്ന് വീഴുക. സുമിത്രേച്ചിയുടെ മനസ്സിൽ എന്നും ദിലീപ് ഉണ്ടായിരുന്നു. ഈവൻ അറ്റ് ദ ടൈം ഓഫ് മാരേജ് ചേച്ചിയുടെ മനസ്സിന്റെ ഒരു ഭാഗം ദിലീപിന്റേതായിരുന്നു. ബാക്കി ഭാഗത്ത് എവിടെയോ പ്രസാദ് സാർ ഒതുങ്ങിക്കൂടി. ഇതാണ് സത്യം. സുമിത്രേച്ചിക്ക് നിഷേധിക്കാം, പക്ഷെ ആ നിഷേധം കൊണ്ട് സത്യം സത്യമല്ലാതാവുന്നില്ല. പച്ച കള്ളമാണ് വിശാൽ പറയുന്നത്. ഒരിക്കലും ഒരിക്കലും ഞാനും ദിലീപുമായി അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിട്ടില്ല. ഒരേ കോളേജിൽ ഞങ്ങൾ പഠിച്ചു പോയെന്ന് വെച്ച്. ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പൊ ആ ദിലീപിനെ തന്നെ ചേച്ചി വിവാഹം ചെയ്യുമ്പോ ആ പഴയ സംശയം സത്യമായിരുന്നല്ലേ തെളിയുന്നത്? വിശാൽ, വിശാൽ എന്തൊക്കെയാ പറയുന്നത്? ഒരു ഡൗട്ട് ചോദിച്ചതാ. പഴയ സ്നേഹത്തിന്റെ കൽബിനേഷനായി ഈ വിവാഹത്തിനെ ആരെങ്കിലും കണ്ട കുറ്റം പറയാൻ നോക്കൂ? ഇത് തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച ചോദ്യമല്ല. സ്വാഭാവികമായും ആർക്കും തോന്നാവുന്ന ഒരു സംശയ. ദിലീപിന് പകരം മറ്റൊരാളായിരുന്നെങ്കിൽ ചേച്ചി ഒരു സെക്കൻഡ് മാരേജിന് സമ്മതിക്കുമായിരുന്നു? ഉവ്വ്, സമ്മതിക്കുമായിരുന്നു. ഈ വിവാഹം എന്റെ ഇഷ്ടത്തിനല്ല, അച്ഛന്റെ മനഃശാന്തിക്ക് വേണ്ടിയാണ്. അച്ഛന്റെ രോഗം എന്താണെന്ന് വിശാലിന് അറിയാലോ. ആ മനസ്സിന് ഇനി ഞാൻ മൂലം ഒരു ആഘാതം ഉണ്ടാവാൻ പാടില്ല. അച്ഛൻ ആരെ വിവാഹം ചെയ്യാൻ പറഞ്ഞാലും ഞാൻ അനുസരിച്ചേ മതിയാവൂ. അപ്പോ ദിലീപിനോട് ചേച്ചിക്ക് പ്രത്യേകമായ ഒരു താല്പര്യമില്ലെന്നാണോ? എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പറ്റുമോ സുമിത്രേച്ചിക്ക്? വിശാൽ, വിശാൽ ആഗ്രഹിക്കുന്ന മാതിരി ഒരു ഉത്തരം ഞാൻ പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. നോക്കൂ, ഇനി ഈ സംസാരം തുടരാൻ എനിക്ക് താല്പര്യമില്ല. നേരം വൈകുന്നു. സോറി.
ഹലോ, മുരുകനാ. മനസ്സിലായി. എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഹ, അത് കൊള്ളാം. അറിഞ്ഞൂടെ എന്തിനാ വിളിച്ചതെന്ന്? എനിക്ക് കാശ് വേണം. കാശോ? ആ കാശ്, രൂപ. ഇപ്പൊ മനസ്സിലായില്ലേ? കാശ് കാശ്, വായ തുറന്നാ ഉടൻ കാശ്. കുറെ തന്നില്ലേ? ബാക്കി തരാനുള്ള ഞാൻ ചോദിച്ചത്. ആ ഇരുട്ട് മുറി കിടക്കുന്ന നിനക്കെന്താ കാശിന് ഇത്ര ആവശ്യം? അത് സാർ അറിയേണ്ട ആവശ്യമില്ല. കാശ് എത്തിക്കുന്നോ ഇല്ലയോ? തൽക്കാലം എന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് ചെയ്തുമില്ല. ചെയ്യാത്ത പണിക്ക് കൂലി ചോദിക്കുന്നോ? നീ കിട്ടിയ അവസരം പരമാവധി മുതലാക്കാൻ നോക്കുകയാണല്ലടാ. വാചകം വേണ്ട. മര്യാദയ്ക്ക് ബാക്കി കാശ് തരുന്നോ അതോ? എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലെന്ന് പറഞ്ഞില്ലേ? അതെ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അതാ ആണത്വം. ഞാൻ ആണത്വം കാണിച്ചു അല്ലേ? ആ നേഴ്സിംഗ് ഹോം ലെവലാക്കണമെന്ന് പറഞ്ഞു, ലെവലാക്കി. ആ എഞ്ചിനീയർ തട്ടണമെന്ന് പറഞ്ഞു, തലനാഴിലേക്ക് അയാൾ രക്ഷപ്പെട്ടെങ്കിലും ഏൽപ്പിച്ച പണി മുക്കാലും ഞാൻ ചെയ്തു തീർത്തില്ലേ? ആണാണെന്ന് ഞാൻ തെളിയിച്ചില്ലേ? ഇനി താൻ കാണിക്കണോ ആണത്വം? താനോ? ആരെയാ നീ താനെന്ന് വിളിച്ചത്? തന്നെ തന്നെയാണോ? വാക്കിന് വ്യവസ്ഥയുണ്ടോ എനിക്ക്? ദേ, എനിക്ക് തരാനുള്ള കാശ് ഇവിടെ എത്തിച്ചോ മര്യാദക്ക്. ഇല്ലെങ്കിൽ ജഗാ, മുരുകൻ കൂടുതൽ കൂടുതൽ ഡേഞ്ചറസ് ആവുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ അവൻ എന്നെ മൊത്തമായി മുക്കും. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവുമില്ല. സൂക്ഷിച്ചു വേണം അവനെ ഡീൽ ചെയ്യാൻ. മേലും കീഴും ഇല്ലാത്തവനാ താനി പോത്ത്. യെസ്, ചിലപ്പോ വിവരം കെട്ടവൻ ചെന്ന് പോലീസ് സറണ്ടർ ആകാനും മതി. ഒരു നട്ട് ലൂസ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പിണക്കാനും വയ്യ. എന്താ വിളിച്ചു പറയുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനൊക്കില്ല. തൽക്കാലം പിണക്കാതിരിക്കുന്നതല്ലേ സാർ ബുദ്ധി? എന്ന് വെച്ച് ഇങ്ങനെ ചോദിക്കുമ്പോ പണം കൊടുക്കാൻ പറ്റുമോ? കുറേശ്ശെ കുറേശ്ശെ കൊടുത്തു നിർത്താം. അതെ, സ്ലോ പോയിസണിങ് പോലെ അല്ലേ? ഉം, എന്നിട്ട് പറ്റിയ സമയം വരുമ്പോ അല്ലേ? അതെ. കൊണ്ടുപോയി കൊടുക്കും, അവന്റെ വിശപ്പടങ്ങട്ടെ. ഫോളോ ഹിം. സാർ. ഹലോ രാമോഹൻ.